ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എന്തുണ്ട് വിശേഷം? സുഖമല്ലേ? അപ്പോൾ നമ്മൾ കുറേ ആയില്ലേ കണ്ടിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് കരുതി ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ബെനിഫിറ്റ്സ് ഓഫ് ലേണിംഗ് എ ന്യൂ ലാംഗ്വേജ്. ഒരു പുതിയ ലാംഗ്വേജ് പഠിക്കുന്നതുകൊണ്ടുള്ള ഒരു ഉപയോഗങ്ങൾ എന്തെല്ലാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ ലേറ്റ് ആക്കാതെ വേഗം വീഡിയോയിലോട്ട് പോവാം. നമ്മളൊരു പുതിയ ലാംഗ്വേജ് അറിഞ്ഞിരിക്കുമ്പോൾ അത് ഏറ്റവും അധികം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അതായത് നമ്മളിപ്പോൾ വേറൊരു കൺട്രിയിലേക്ക് ട്രാവൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ തന്നെ വേറൊരു സ്റ്റേറ്റിലേക്ക് ട്രാവൽ ചെയ്യുമ്പോഴോ നമ്മൾ അവരുടെ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അവരുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പും ഒരു വിശ്വാസവും ഒക്കെ ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അത് നമ്മളെ അവരുടെ കൾച്ചറും അവരുടെ ട്രഡീഷൻസും അവരുടെ എന്താണ് പറയുക അവരുടെ വിശ്വാസങ്ങളും ഒക്കെ മനസ്സിലാക്കി എടുക്കാനായിട്ട് നമുക്ക് ഒരുപാട് അത് ഹെൽപ്പ് ചെയ്യും. മറ്റൊരു ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കരിയർ വൈസ് ആയിരിക്കും. അതായത് നമുക്ക് പ്രൊമോഷൻസ് കിട്ടാനായിട്ടും നമുക്ക് സാലറി ഹൈക്ക് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടും നമ്മളൊരു ലാംഗ്വേജ് അറിഞ്ഞിരിക്കുക, അതായത് അത് വായിക്കാനും എഴുതാനും സംസാരിക്കാനായിട്ട് നമ്മൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്കതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിരിക്കും എപ്പോഴും. അതുപോലെ തന്നെ ഒരു പുതിയ ലാംഗ്വേജ് അറിഞ്ഞിരിക്കുന്നതുകൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. നമ്മുടെ പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും നമ്മുടെ മെമ്മറിയും കോൺസെൻട്രേഷനും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഒരു പുതിയ ലാംഗ്വേജ് നമ്മളെ എപ്പോഴും ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ടീച്ചിങ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാനായിട്ട് നമ്മളൊരു പുതിയ ലാംഗ്വേജ് അറിഞ്ഞിരുന്നാൽ ഹെൽപ്പ് ചെയ്യും. അതായത് നമുക്കിപ്പം എനിക്ക് അറബിക് ലാംഗ്വേജ് അറിയാം എന്ന് വിചാരിച്ചു, ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പോൾ അറബിക് ടീച്ചേഴ്സിന്റെ വേക്കൻസി എവിടെയെങ്കിലും വരുവാണെങ്കിൽ എനിക്ക് അതിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. എപ്പോഴും നമ്മൾ പുതിയൊരു ലാംഗ്വേജ് പഠിച്ചിരിക്കുക അല്ലെങ്കിൽ അറിഞ്ഞിരിക്കുക എന്ന് പറയുമ്പോൾ അതൊരു സെൻസ് ഓഫ് അച്ചീവ്മെന്റ് തന്നെയാണ്, അല്ലേ? അതായത് നമ്മളൊരു കാര്യം പഠിച്ചു, നമ്മൾ മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളൊരു കാര്യം അറിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളൊരു അച്ചീവ്മെന്റ് ഫീൽ നമുക്ക് എപ്പോഴും ഉണ്ടാവും. നമുക്ക് നമ്മുടെ തോട്ട്സ് മറ്റുള്ളവരിലേക്ക് ക്ലിയർ ആയിട്ട് എക്സ്പ്രസ് ചെയ്യിക്കാനും സംസാരിക്കാനും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് നമ്മൾ വേറൊരാളായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് അയാളുടെ ലോക്കൽ ലാംഗ്വേജ് അറിയാമെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നമ്മളവിടെ ഫേസ് ചെയ്ത എന്തെങ്കിലും ഇഷ്യൂവോ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, സന്തോഷമോ സങ്കടമുള്ള എന്ത് കാര്യമോ ആയിക്കോട്ടെ, നമുക്കത് ഭയങ്കര ഫ്രീ ആയിട്ട് നമുക്കത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിലൂടെ അവർക്ക് നമ്മളെയും കണക്ട് ചെയ്യാൻ പറ്റും കുറച്ചുകൂടി നന്നായിട്ട്. ഇനിയാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് സ്പീക്കിംഗ്. അതായത് നമുക്ക് എല്ലാവർക്കും ഇപ്പം ഭയങ്കര പേടിയായിരിക്കും, അല്ലെ? കുറച്ച് ക്രൗഡിന്റെ മുന്നിൽ നിന്ന് സംസാരിക്കാനായിട്ട് നമുക്കൊരു തരം കോൺഫിഡൻസ് ഇല്ലാത്ത പോലെ, ഒരു തരം അയ്യോ ആൾക്കാരെന്നെ ജഡ്ജ് ചെയ്യോ, ഈ ഒരു തോട്ട് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ നമുക്ക് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാം, അതായത് ആ ലാംഗ്വേജ് അറിയാം, അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് മറ്റുള്ളവരിലേക്ക് നമ്മുടെ തോട്ട്സ് എത്തിക്കാൻ കഴിയുമെങ്കിൽ നമ്മുടെ ആ പേടിയൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. നമുക്ക് വേറൊരു ലാംഗ്വേജ് അറിയാമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ലാംഗ്വേജിനെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ, ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് കൂടെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പുതിയൊരു ലാംഗ്വേജ് അറിഞ്ഞിരുന്നാലുള്ള ഉപയോഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. പറ്റുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രീ ടൈമിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സമയം ഇതിനായിട്ട് മാറ്റി വെക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യുക ഏതെങ്കിലും ഒരു പുതിയ ലാംഗ്വേജ് പഠിക്കാനായിട്ട്. ഇപ്പോൾ ഒരുപാട് ആപ്പൊക്കെ അവൈലബിൾ ആണ്. അതായത് നമ്മുടെ യൂട്യൂബിൽ തന്നെ ഫ്രീ ക്ലാസ്സസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡുവോലിംഗോ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്. നിങ്ങൾക്ക് അതിലൂടെയും ഒരുപാട് ലാംഗ്വേജസ് അവർ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതും ട്രൈ ചെയ്യാം. ആദ്യം ഫ്രീ ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ അവരുടെ കോഴ്സ് എടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ വേറെ ഒരുപാട് ആപ്പ് ഉണ്ട്. ഞാനൊരു ബിഗിനറിന് ഒരിക്കലും അങ്ങനെ ഒരു ആപ്പ് നമ്മൾ പേ ചെയ്തൊരു ആപ്പ് എടുത്ത് പഠിക്കണമെന്ന് ഞാൻ പറയത്തില്ല. ഇപ്പൊ തന്നെ യൂട്യൂബിലൊക്കെ ഒരുപാട് ഫ്രീ ക്ലാസ്സസ് അവൈലബിൾ ആണ്. നിങ്ങൾ അത് ആദ്യം ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഓക്കെ ആണ്, കംഫർട്ടബിൾ ആണ്, പഠിച്ചെടുക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ആ ലാംഗ്വേജിനോട് ഒരു ഇൻട്രസ്റ്റ് തോന്നുവാണെങ്കിൽ നിങ്ങൾ പെയ്ഡായിട്ട് സബ്സ്ക്രിപ്ഷൻസ് ഒക്കെ എടുത്ത് പഠിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.